നമസ്കാരം. എക്സ്പ്ലെയിനറുടെ ആദ്യ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് NMMS എന്ന് പറയുന്ന മത്സര പരീക്ഷയെക്കുറിച്ചാണ്. നമുക്ക് ആദ്യം നോക്കാം, എന്താണ് NMMS? NMMS എന്നത് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഇതിന്റെ പൂർണ്ണമായ പേര്. സെൻട്രൽ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവിൽ നടത്തിവരുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പരീക്ഷ. ഈ പരീക്ഷയിൽ ജയിക്കുന്ന കുട്ടികൾക്ക് ഒരു വർഷം 12,000 രൂപ വെച്ച് 4 വർഷമായിരിക്കും ലഭിക്കുക. 9, 10, +1, +2 ക്ലാസ്സുകളിൽ ഇവർക്ക് ഓരോ വർഷവും 12,000 രൂപ വെച്ച് ലഭിക്കും. ഇത് അപേക്ഷിക്കാനുള്ള തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ മാസം 13 മുതൽ 27 വരെയാണ്. അതായത് ഇപ്പോൾ ഇത് അപേക്ഷിക്കേണ്ട സമയമാണ്. എക്സാം വരുന്ന ദിവസം എന്ന് പറയുന്നത് ഡിസംബർ മാസം 30-ാം തീയതി ആയിരിക്കും പരീക്ഷ നടക്കുന്നത്. നമുക്കിനി അടുത്തായിട്ട് നോക്കാനുള്ളത് ഇത് അയക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ആണ്. ഇത് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ കേരളത്തിലെ ഏതെങ്കിലും സ്കൂളിൽ, ഗവൺമെന്റ് സ്കൂളിലോ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലോ നിലവിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവരായിരിക്കണം. അവർക്ക് കഴിഞ്ഞ 7ാം ക്ലാസ്സിലെ പരീക്ഷയിൽ, ശ്രദ്ധിക്കണം, 7ാം ക്ലാസ്സിലെ പരീക്ഷയിൽ 55% കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണം. SC/ST ആണെങ്കിൽ 50% മാർക്ക് മതിയായിരിക്കും. ഇത് അപേക്ഷിക്കുന്നവരുടെ കുടുംബ വാർഷിക വരുമാനം 3.5 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല എന്നുള്ളതുമാണ് ഇത് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഇതെങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. ഇതിന് അപേക്ഷ വരുന്നത് ഓൺലൈനായിട്ടാണ്. നമുക്ക് ഒന്നെങ്കിലും തൊട്ടടുത്തുള്ളൊരു ജനസേവാ കേന്ദ്രത്തിൽ നിന്ന് അയക്കാം, അതല്ലെങ്കിൽ സ്കൂളിൽ ബന്ധപ്പെട്ടാൽ അവിടെ നിന്ന് അയക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇത് അപേക്ഷിക്കുന്നവർ അപേക്ഷിച്ചതിന് ശേഷം ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് സ്കൂളിലെ HM-നെ കൃത്യമായിട്ട് ഏൽപ്പിക്കേണ്ടതുമാണ്. അല്ലാതെ ഇതിൻ്റെ കോപ്പികളൊന്നും നമ്മൾ പരീക്ഷാ ഭവനോ മറ്റുള്ളിടത്തേക്കോ അയച്ചു കൊടുക്കേണ്ടതില്ല. HM ആണ് ഇതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത്. അപേക്ഷിക്കുവാനായിട്ട് ആവശ്യമുള്ള വിവരങ്ങൾ നമ്മൾ ഇത് അയക്കാനായിട്ട് ഏതെങ്കിലും പൊതുജന സേവാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ കുട്ടിയുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ 6 മാസത്തിന് ഉള്ളിലെടുത്തത് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ കുട്ടിയുടെ വാർഷിക വരുമാനം തെളിയിക്കുന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ്, അതും 6 മാസത്തിന് അകത്ത് വെച്ചെടുത്തത് ഉണ്ടായിരിക്കണം. പിന്നീട് ഇതിന് ആവശ്യമായിട്ട് വരുന്നത് SC/ST കുട്ടികളാണെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പേഴ്സണൽ ഡിസബിലിറ്റീസ് എന്തെങ്കിലുമുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പേഴ്സണൽ ഡിസബിലിറ്റി 40% കൂടുതലാണ് എന്ന് ഗവൺമെന്റ് അംഗീകൃത ഡോക്ടർ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അപേക്ഷിച്ച ശേഷം ആ പ്രിന്റ് ഔട്ട് നമ്മൾ സ്കൂളിലെ HM-നെ ഏൽപ്പിക്കേണ്ടതാണ്. നോക്കേണ്ടത് ഇതിന്റെ പരീക്ഷാ രീതിയും സിലബസുമാണ്. ഇതിനകത്തിൽ 2 പരീക്ഷകളാണുള്ളത്. ഒന്ന് മാറ്റ് ആണ്, മറ്റൊന്ന് സാറ്റ് ആണ്. ഈ 2 പരീക്ഷ നടക്കുന്നത് 30-ാം തീയതി ഒരേ ദിവസം തന്നെ ആയിരിക്കും. മാറ്റ് പരീക്ഷ ആയിരിക്കും രാവിലെ നടക്കുക, സാറ്റ് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നടക്കുക. അങ്ങനെയാണ് നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ എബിലിറ്റി ആയിരിക്കും. മെന്റൽ എബിലിറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മാറ്റിനകത്തിൽ വരിക. 90 മാർക്കിന് മാറ്റ് എന്ന് പറയുന്ന എക്സാം ഉണ്ടായിരിക്കും. ഇനി സാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സാറ്റ് വരുന്നത് വളരെ എളുപ്പമാണ്. സാറ്റ് കുട്ടി കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളായിരിക്കും വരിക. അതായത് 7-ലും ഇപ്പോൾ 8-ലും പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും കുട്ടിക്ക് സാറ്റിനകത്തിൽ വരിക. ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറ്റിനകത്തിൽ സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ് അല്ലെങ്കിൽ സയൻസ്, അതേപോലെ തന്നെ മാത്തമാറ്റിക്സ്, ഈ 3 കാര്യങ്ങളോട് ചേർത്തിട്ടായിരിക്കും ഈ പറയുന്ന സാറ്റ് എന്ന് പറയുന്ന ചോദ്യം വരിക. സാറ്റിനകത്ത് മൊത്തത്തിൽ 90 മാർക്കിനാണ് ചോദ്യം വരുന്നത്. അതായത് മാറ്റ് 90 മാർക്കിന്, സാറ്റ് 90 മാർക്കിന്, മൊത്തത്തിൽ 180 മാർക്കിനായിരിക്കും. ഇനി മാറ്റിനകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 90 മാർക്കിന് മെന്റൽ എബിലിറ്റി ആണെങ്കിൽ സാറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ മാത്സിന് 20 മാർക്കും അതിനോടൊപ്പം തന്നെ സയൻസിനും സോഷ്യൽ സയൻസിനും 35 മാർക്കിനായിരിക്കും പരീക്ഷ നടക്കുക. അതായത് മൊത്തത്തിൽ 180 മാർക്കിനുള്ള പരീക്ഷയായിരിക്കും 2 വിഭാഗത്തിലുമായിട്ട് നടക്കുന്നത്. ഇനി നോക്കുന്നത് എത്ര മാർക്ക് കിട്ടിയാൽ NMMS പരീക്ഷ വിജയിക്കാൻ പറ്റും, കട്ട് ഓഫ് എത്രയാണെന്നുള്ളതാണ്. നോക്കാം കട്ട് ഓഫ്. നമ്മൾ കഴിഞ്ഞ വട്ടം USS എഴുതിയായിരുന്നു. അപ്പോൾ USS ഒരു പെർമനന്റ് കട്ട് ഓഫ് സ്ഥിരമായിട്ടുള്ള അറിയാമല്ലോ. പക്ഷേ ഇതിന് അതുകൊണ്ടല്ല, കട്ട് ഓഫ് മാറാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കുറഞ്ഞത് ഒരു 140 to 145 മാർക്ക്, 180-ൽ 140-ഓ 145-ന് റേഞ്ച് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന NMMS എന്ന് പറയുന്ന മത്സര പരീക്ഷ വിജയിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ഉടനെ തന്നെ ഇതിന് അപേക്ഷിക്കുക. അതേപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. പുറത്തുനിന്ന് വലുതായിട്ട് കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. മെന്റൽ എബിലിറ്റിയും നിങ്ങൾ 7-ലും 8-ലും പഠിക്കുന്ന പുസ്തകവും മാത്രം ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചാൽ മതിയായിരിക്കും.